മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 33 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്തയുടെ അടിസ്ഥാനമായ ജീവനുള്ള മൂലക്കല്ല് എന്ന വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത്. യേശുവാകുന്ന മൂലക്കല്ലിൽ വിശ്വാസത്തിന് അടിസ്ഥാന ശിലയാകണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം 20 വാക്യത്തിൽ ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരു മന്ദിരത്തിന്റെ ഉറപ്പ് നൽകുന്ന മൂലക്കല്ല് പോലെ സഭയുടെ അടിസ്ഥാനം ക്രിസ്തുവാണെന്നും ക്രിസ്തുവിലൂടെ സ്ഥാപിതമായ രക്ഷയുടെ വിമോചനത്തിന്റെ ദൃഷ്ടാന്തത്തെയും നാം കാണുന്നു. മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 33 മുതൽ 46 വരെയുള്ള ഭാഗത്ത് മുന്തിരിത്തോട്ടത്തിലെ കുടിയാന്മാരുടെ ഉപമയാണ് നാം കാണുന്നത്. വിദേശികളായ നിലം ഉടമകൾ സ്വദേശികളായ കർഷകരെ കുടിയാന്മാരായി നിയമിച്ചിരുന്ന പതിവ് പുതിയ നിയമകാലത്തുണ്ടായിരുന്നു. കൃഷി വിഭവങ്ങൾ വിളയുമ്പോൾ അതിൻ്റെ കണക്ക് നോക്കാൻ ഉടമസ്ഥനോ ദാസരോ വരും. യേശു പരാമർശിച്ച ഈ ഉപമയിൽ കുടിയാന്മാർ ഉടമസ്ഥൻ അയച്ച ദാസന്മാരെയും അവകാശിയായ മകനെയും മർദ്ദിച്ച് ദാരുണമായി കൊന്നുകളഞ്ഞു. ഈ ഉപമയിലും യേശു തൻ്റെ മരണത്തെയും താൻ അനുഭവിക്കാൻ പോകുന്ന തിരസ്കരണത്തെയും കൊടിയ മർദ്ദനത്തെയും ഒക്കെയാണ് മുൻകൂട്ടി അറിയിച്ചത്. മുന്തിരിത്തോട്ടം ദൈവജനത്തെ പ്രതിനിധീകരിക്കുമ്പോൾ കുടിയാന്മാർ മതനേതാക്കളെയാണ്. മതനേതാക്കൾ പ്രവാചകന്മാരെയും യേശുവിനെയും തള്ളിക്കളഞ്ഞു. അങ്ങനെ തിരസ്കരിച്ച ഈ കല്ല് പിന്നീട് മൂലക്കല്ലായി മാറി ഒരു പുതിയ ഉടമ്പടിയുടെ അടിസ്ഥാനമായി തീർന്നു. യേശുവാകുന്ന മൂലക്കല്ലിൽ നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയും പ്രത്യാശയുടെ ഉറവിടവും ആകണം. അപ്രകാരം നാം ഓരോരുത്തരും ജീവനുള്ള കല്ലുകളായി ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെടട്ടെ. സെയിന്റ് അഗസ്റ്റിൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: നമ്മുടെ വിശ്വാസം കെട്ടിപ്പടുത്തിയിരിക്കുന്ന മൂലക്കല്ലാണ് ക്രിസ്തു. ജീവനുള്ള കല്ലുകളായി നമ്മുടെ അടിസ്ഥാനവും രക്ഷയുമായ രക്ഷകനിൽ ഉറച്ചു നിൽക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.